18/7/2025 വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മിഥുനം, തുലാം, കുംഭം രാശിക്കാർക്ക് ഗുണവും, മേടം, ഇടവം, കന്നി രാശിക്കാർക്ക് മധ്യമവും, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, ധനു, മകരം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി ഇത് ദിവസവും നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളവർ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യണം. എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ എല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ്, സ്റ്റിക്കർ ഇട്ടാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ്, അല്ലെങ്കിൽ നാരായണാന്നോ നമശിവായെന്നോ ഒക്കെ ഇഷ്ടം പോലെയുള്ള കമൻറ്റുകൾ ഉണ്ടല്ലോ ഇടാൻ. നമുക്ക് അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നാരായണ, നമശിവായ, അമ്മേ നാരായണയൊക്കെ ഇട്ടാൽ ആ ഇടുന്ന നിങ്ങൾക്കും അതിൻ്റെ പുണ്യമുണ്ട്. കാരണം ഒരു പ്രാവശ്യമെങ്കിലും നാമം അറിയാതെ ജപിച്ചാലും അറിയാതെ പറഞ്ഞാലും അറിയാതെ എഴുതിയാലും ഗുണകരമാണ്. മറ്റാരുടെയെങ്കിലും പേരാണെന്ന് ധരിച്ച് നാരായണ എന്ന് എഴുതിയാൽ പോലും പുണ്യമാണെന്നാണ് ഭാഗവതം പറയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഇത് കമൻറ്റുകൾ ഇടുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഇനി ഒരു ചോദ്യം വന്നിട്ടുണ്ട്, എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അത് കൂടാണ്ട് തന്നെ ഇതിലും കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ദേവി മഹാത്മ്യം, ലളിത സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവയൊക്കെ എപ്പോഴാണ് വായിക്കേണ്ടതെന്നാണ്. ദേവി മഹാത്മ്യമാണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രഭാതത്തിൽ വായിക്കുന്നതാണ് നല്ലത്. സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് തീരത്തക്ക രീതിയിൽ എന്ന് പറയും. അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. സന്ധ്യയ്ക്കും വായിക്കാം, കുഴപ്പമില്ല. ഇനി സന്ധ്യയ്ക്കും സൂര്യോദയ സമയത്ത് പ്രഭാത സമയത്തുമൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട് വായിക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരുന്നത് വായിക്കുക. ശരീരശുദ്ധിയും മനഃശുദ്ധിയും പ്രധാനമായിട്ടുണ്ടാകുക. പക്ഷേ രാവിലെയും വൈകിട്ടും തന്നെയാണ് ഇത് വായിക്കേണ്ടത്. രാവിലെയും വൈകിട്ടും തന്നെയാണ് ഇത് വായിക്കേണ്ടത്. ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ആ വിളക്കിന് മുന്നിലിരുന്ന് ശുദ്ധിയോടുകൂടി ഇത് വായിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ദേവി മഹാത്മ്യം വായിക്കുന്നത് ഓരോ ദിവസവും വായിക്കേണ്ടത് എന്നല്ല, ദിവസവും മുഴുവൻ ദേവി മഹാത്മ്യം ഒറ്റയടിക്ക് വായിച്ചു തീർക്കണം എന്ന് തന്നെയാണ് വിധി. അങ്ങനെ തന്നെയാണ് വിധി. അതല്ലെങ്കിൽ ഒരു നിർവാഹമില്ലാത്തവർക്ക് ഓരോ ചരിതം ഓരോ ദിവസങ്ങളിൽ വായിക്കാം. ഓരോ ചരിതങ്ങൾ ഓരോ ദിവസങ്ങളിലും വായിക്കാം. ഇത്രയുമാണ് ഇതിൻ്റെ വിധി. ഇനി വിശദമായിട്ട് ഇതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ദേവി മഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇതാണ് ഇതിനെക്കുറിച്ച് സാമാന്യമായി പറയാനുള്ളത്. രാവിലെയും വൈകിട്ടും വായിക്കുക. ദേവി മഹാത്മ്യം ദിവസവും മുഴുവനും വായിക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ വിധി. പക്ഷേ അതിന് കഴിയില്ലെങ്കിൽ ഓരോ ചരിതമെങ്കിലും വായിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശദമായ ദേവി മഹാത്മ്യ പാരായണം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു യൂട്യൂബ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാണുക. ഇനി ദേവി മഹാത്മ്യം അർത്ഥം പറഞ്ഞു ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ കൊച്ചുകുട്ടികൾ പോലും മനസ്സിലാക്കത്തക്ക രീതിയിൽ ദേവി മഹാത്മ്യം ഞാൻ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് വെള്ളിയാഴ്ചത്തെ ഫലത്തിലേക്ക് വരാം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. രാമായണ മാസമാണ്. നമ്മുടെ രാമായണം വെറുതെ വായിച്ച് ആരും കളയരുത് സമയം. വെറുതെ വായിച്ച് രാമായണം വായിച്ച് വെറുതെ ആരും സമയം കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഭൂരിഭാഗം ആളുകളും വെറുതെ വായിച്ച് സമയം കളയുകയാണ്. അത് യാതൊരു പ്രയോജനമില്ല. രാമായണം നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി വായിക്കുക. എഴുത്തച്ഛൻ്റെയൊക്കെ രാമായണം വായിക്കാൻ ആരുടെയും സഹായമൊന്നും വേണ്ട, സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകുക. ഒരു ഭാഗം മനസ്സിലായില്ലെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവുക. കർക്കിടക മാസത്തിൽ തന്നെ വായിച്ച് തീർത്തോളണമെന്ന് യാതൊരു നിയമവുമില്ല. ദിവസവും രാമായണം പാരായണം ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ ശരി.
ദിവസവും വായിക്കാവുന്ന ഇതാണ് രാമായണം. അതുകൊണ്ട് ദിവസം വായിക്കുക എന്നുള്ളതാണ്. അതിന് കഴിയില്ല എങ്കിൽ രാമായണം ഒരു മാസാചാരണമായി എല്ലാവരുടെ അടുത്തേക്ക് എത്താൻ ദിവസം എല്ലാവർക്കും കഴിയില്ലോ എങ്കിലും കർക്കിടക മാസമെങ്കിലും വായിക്കട്ടെ എന്ന് കരുതിയാണ് രാമായണം ഒരു രാമായണ മാസ ആചരണമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുക. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മൂല്യച്യുതി, ഒരു കുടുംബത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഒരു സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഒരു ഭരണാധികാരി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ സത്യസന്ധമായ യഥാർത്ഥമായ കാഴ്ചപ്പാടാണ്. ഒരു മാതാവ് പിതാവ് എങ്ങനെ പരസ്പരം പെരുമാറണം, ഒരു മക്കളും പിതാവും അല്ലെങ്കിൽ അമ്മയുമായിട്ട് എങ്ങനെ പെരുമാറണം, സഹോദരർ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ യഥാർത്ഥമായ സത്യസന്ധമായ ഒരു സങ്കല്പമാണ് രാമായണം. അത് ആ രീതിയിൽ തന്നെ കാണണം, അർത്ഥമറിഞ്ഞ് വായിക്കണം. വെറുതെ വായിച്ച് നിങ്ങൾ സമയം കളയരുത്. അങ്ങനെയൊക്കെ വെറുതെ വായിച്ച് സമയം കളയുന്നത് കൊണ്ടാണ് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്, പറയാൻ കഴിയാതെ വരുന്നത്, അത് മിണ്ടാതിരിക്കേണ്ടി വരുന്നത്. പക്ഷെ മനസ്സിലാക്കി വായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മളിത് വായിക്കുകയെന്ന്. ഭഗവാൻ വരെ തൻ്റെ പ്രതിജ്ഞ നിലമാറ്റാൻ വേണ്ടി ഇത്രയേറെ ബുദ്ധിമുട്ടാമെങ്കിൽ, ഇത്രയേറെ കഷ്ടത അനുഭവിക്കാമെങ്കിൽ ഭഗവാൻ തന്നെ അവതാരം മനുഷ്യജന്മമായി എടുത്തു പോയാൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന് രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുക. മനുഷ്യനായി ജനിച്ചാൽ ദുരിതങ്ങളും പ്രയാസങ്ങളും, അല്ല മനുഷ്യനല്ല, ഭൂമിയിലെ ഏത് ജീവിയായിട്ട് ജനിച്ചാലും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും. അതെല്ലാം നമ്മുടെ പ്രാരാബ്ധകർമ്മം എന്ന് കരുതി ശാന്തമായി സഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് രാമായണം നമ്മളെ കാണിച്ചു തരുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഓരോ ഭാഗങ്ങളും പഠിച്ചു പോവുക കേട്ടോ. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 12 കേതു 5 3 വ്യാഴമൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. എങ്കിലും മേടക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ മേടക്കൂറുകാർക്ക് കഴിയും. എന്നാൽ ഒരാത്മവിശ്വാസക്കുറവ് അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അലസതയുണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ ഈ ദിവസം മേടക്കൂറുകാർ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ദിവസമാണ്. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ ഒരു നിയന്ത്രണം കൂടെ കൊണ്ടുവന്ന നന്നായിരിക്കും. ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആസ്മ പോലെ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം മേടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ്. കടബാധ്യതകൾ വർദ്ധിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും വാഹന സംബന്ധമായും മറ്റുമൊക്കെ ചില നേട്ടങ്ങളും ഉണ്ടാകും. മറ്റുള്ള അംഗീകാരം കുറയുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളി അനുകൂലമാണ്. മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അനുകൂലമല്ലാത്ത പെരുമാറ്റങ്ങളുണ്ടാവും. തൊഴിൽ മേഖലയിൽ തൊഴിലാളികളിൽ നിന്നും അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ട് തൊഴിലാളികളെയൊക്കെ വെച്ച് സ്ഥാപനം നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം. എന്നാലും വാക്കുകൾ നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇടവം രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ദിവസം തന്നെയാണ്. കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി. ഇടവൻ രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ്. ഒരാത്മവിശ്വാസമൊക്കെ നിഴലിക്കുന്ന ദിവസങ്ങളായിരിക്കും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തോന്നും. ശരീരത്തിന് ഉണർവ് ഉന്മേഷമൊക്കെ ലഭിക്കും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും.
അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ഈ ദിവസം ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലം ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ്. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചിലപ്പോൾ ശത്രുക്കളായി തീരാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വാക്കുകൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ വേണം എല്ലാവരോടും ഉപയോഗിക്കാനായിട്ട്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയം തന്നെയാണ്. ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ സംരംഭങ്ങളോ കൂട്ടു സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിയും. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ഒരു കാരണവശാലും ഇടവൻ രാശിക്കാർ ഈ സമയത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത്. കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒട്ടും അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ രാഹു സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുടുംബത്തിലും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകേണ്ട കാലഘട്ടമാണെങ്കിലും ഈ ദിവസം അത്ര ദോഷമുള്ള സമയമല്ല. സന്തോഷകരമായി പോകാവുന്നൊരു സമയമാണ് കുടുംബത്തിന്. ഇനി മിഥുനം ശുഭകരമായ ദിവസമാണ്. ജന്മത്തിൽ വ്യാഴവും 10-ൽ ശനിയും രാഹുവും 9-ലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 10-ലെ തൊഴിൽ മേഖലയിലും ഭാഗ്യസ്ഥാനത്തും ആരോഗ്യകാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനം രാശിക്കാർക്ക്. എങ്കിലും ഈ ദിവസം പൊതുവെ അനുകൂലമായിരിക്കും. ജാതകം കൂടെ ഒന്ന് അനുകൂലമാണെങ്കിൽ നന്നായിരിക്കും. ഇത് ചാരവശാൽ ചന്ദ്രരാശിയിൽ അധിഷ്ഠിതമായ ഫലങ്ങളാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ ആവശ്യമുണ്ട് കേട്ടോ. ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാകും. അതേപോലെ പിത്ത സംബന്ധമായ അസുഖമുള്ളവർ, നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊക്കെ പൊതുവെ അനുകൂലമായി പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യും മിഥുനക്കൂറുകാർക്ക്. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. മറ്റുള്ളവരുമായിട്ട് കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് ഒരു സൗഹൃദാന്തരീക്ഷത്തിലേക്ക് പൊതുവെ എല്ലാവരെയും കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു സമയമാണ് ഇത്. പക്ഷെ പല കാര്യങ്ങളിലും ഒരു ദൈവാധീനക്കുറവ് പൊതുവെ അനുഭവപ്പെടുകയും ചെയ്യും മിഥുനക്കൂറുകാർക്ക്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. വാക്കുകൾ അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകും. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രമാണ് കർക്കിടകക്കൂറ്. വ്യാഴം 12-ലും 8-ൽ രാഹുവും 9-ൽ ശനിയും 2-ൽ കേതുവും ഒക്കെ സഞ്ചരിക്കുന്ന ഒട്ടും അനുകൂലമല്ലാത്ത കുറച്ച് നാളുകളാണ് ഇനിയുള്ളത്. ഈ ദിവസവും അത്ര അനുകൂലമൊന്നുമല്ല. കഠിന ദോഷമുണ്ടാകാവുന്ന ദിവസം തന്നെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയും കരുതലും വേണം. നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശ്വരാരാധനയും നാമജപവും ഒക്കെ വളരെ കൃത്യമായി ചെയ്യണം കർക്കിടകക്കൂറുകാർക്ക്. ആരോഗ്യം അനുകൂലമല്ല. പല കാര്യങ്ങളിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അലസത, ക്ഷീണം, പൊതുവെ ഒരു പ്രതിരോധ ശക്തിക്കുറവ് കർക്കിടകക്കൂറുകാർക്ക് അനുഭവപ്പെടും. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അവർക്ക് അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും കഴിയും. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായിട്ട് ബാധിക്കുന്ന ദിവസമാണ്.
കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാതെ കലഹമുണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. മുൻകോപം മൂലം ചില പ്രയാസങ്ങൾ, ധനപരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ഓർമ്മക്കുറവ് മൂലമുള്ള സാമ്പത്തിക നഷ്ടങ്ങളെയൊക്കെ കരുതിയിരിക്കണം. മക്കളും അനുകൂലമല്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒക്കെ അനുകൂലമല്ലാതെ പെരുമാറും. ഒരു കാരണവശാലും കർക്കിടകക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പൊതുവേ അനുകൂലമല്ല. അപ്പോൾ ലഹരി പദാർത്ഥം കൂടെ ഉപയോഗിക്കുമ്പോഴുള്ള അവസ്ഥയോ, അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായ ദിവസമല്ല. എങ്കിൽ പോലും അവർക്ക് ചെറിയൊരു ദൈവാധീനമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. 8-ൽ ശനിയും ജന്മത്തിൽ കേതുവുമൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരോഗ്യപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം അങ്ങനെയുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസവും അത്ര അനുകൂലമല്ല. കഠിനദോഷം വരുന്ന ദിവസമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റൂ. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലല്ല. പിന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറ്റും. പലതും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനും ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കാനേ നമുക്ക് പറ്റും. ബാക്കിയൊക്കെ നമ്മളുടെ കൈകളിലല്ല. അത് ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ച് തരുന്നത് സ്വീകരിക്കാനേ പറ്റൂ. അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഈ കാലഘട്ടം. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ആത്മവിശ്വാസമൊന്നും ഉണ്ടാവില്ല. അലസതയായിരിക്കും. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളുമാണ്. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. കടബാധ്യത ഉണ്ടാവും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അത് അനുകൂലമായിരിക്കും. പക്ഷേ തൊഴിൽ രംഗത്ത് മനസ്സിന് പ്രയാസകരമായ, മനസ്സിനെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കന്നി ഉത്തരം അവസാന 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് 7-ൽ ശനിയും 10-ൽ വ്യാഴവും 12-ൽ കേതുവും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. അനാവശ്യമായ നഷ്ടങ്ങൾ, തൊഴിൽപരമായ തടസ്സങ്ങൾ, എന്ത് കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാവാതെ വരിക, പരിഹാരം ഉണ്ടാകാതെ വരിക, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കുറയുന്ന ഒരു സമയം. പ്രയാസങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കണമെന്ന് ആലോചിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ആ പരിഹാരത്തിന് തടസ്സമായി നിൽക്കുക. പരിഹാരം ചെയ്യാൻ തയ്യാറായാലും പരിഹാരം ചെയ്യാൻ പറ്റാതെ വരിക. ഇങ്ങനെയൊക്കെയുള്ള നിവൃത്തി കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന സമയമൊക്കെയാണ് കന്നിക്കൂറുകാർക്ക് പൊതുവെ. എങ്കിൽ പോലും അവർക്ക് ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കുറച്ച് ഗുണമൊക്കെ കിട്ടും. എന്നാലും വലിയ ഗുണമൊന്നുമില്ലെങ്കിലും ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയൊക്കെ വന്നാൽ തന്നെ കുറേ ഗുണങ്ങളുണ്ടാവുമല്ലോ. ആരോഗ്യകാര്യത്തിൽ നേട്ടം ഉണ്ടാവും. എന്നാൽ മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അഭിപ്രായ സ്ഥിരത കുറവ് അനുഭവപ്പെടും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം, കടബാധ്യത ഒക്കെ ഉണ്ടാവും. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഒരു പരിധി വരെ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ദൈവാധീനം വളരെ കുറവുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. തൊഴിൽ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായിട്ട് ഇടപെടലുകൾ തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തൊഴിൽ മേഖല വലിയ ദോഷമില്ലാതെ പോരാൻ കഴിയും. തുലാം ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ 3/4 ഭാഗമാണ് തുലാം. അതിൽ തുലാം രാശിക്ക് 5-ൽ രാഹു നിൽക്കുന്ന ഒരു പൂർവ്വ പുണ്യ സുഹൃതത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. ഈ പൂർവ്വ പുണ്യങ്ങളാണ് നമ്മളെ
മുന്നോട്ട് നയിക്കുക. അപ്പോൾ പൂർവ്വപുണ്യ സുഹൃതത്തിൻ്റെ അളവ് കുറയുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ കൂടുതൽ പുണ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറേ നന്മകൾ കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൊതുവേ തുലാം രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ്. അപ്പോൾ പൂർവ്വപുണ്യ സുഹൃതത്തിന് കുറവ് ഈശ്വരാരാധന നന്നായിട്ട് നടത്തിയ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ നല്ല നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യപരമായ മേന്മയുള്ള സമയമാണ്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആരോഗ്യ കാര്യത്തിൽ നേട്ടങ്ങളുണ്ടാവും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം വളരെ കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ശത്രുതാ മനോഭാവത്തിൽ നിൽക്കുന്നവരെയൊക്കെ മിത്രമാക്കി തീർക്കാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ കിട്ടും. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ തൊഴിൽ മേഖലയിലൊക്കെ പുതിയ വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയുന്ന സമയമാണ്. ഇപ്പോൾ പൊതുവെ തുലാം രാശിക്കാർക്ക് ഗുണകരമായ ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുകയാണ്. നന്നായിട്ട് ദൈവാധീനമൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അവരുടെ കരിയർ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനൊക്കെ ഈ സമയം ലക്ഷ്യമൊക്കെ തീരുമാനിക്കാനായിട്ട് കഴിയുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോവുക. പുതിയ വിദ്യാകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അനുകൂലമായ സമയം കൂടെയാണ്. അപ്പം അതൊക്കെ ഈ സമയത്ത് വിനിയോഗിക്കുക. വൃശ്ചിക രാശി. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട. വൃശ്ചികക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. 4 രാഹു, 5 ശനി, 8 വ്യാഴം, 10 കേതു. തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ, ഭാഗ്യക്കുറവ്, പൊതുവേ ഭാഗ്യമില്ലാത്തൊരവസ്ഥ, പൂർവ്വപുണ്യമില്ലായ്മ, പൂർവ്വപുണ്യ ദുഷ്കൃത സുഹൃതങ്ങളുടെ ഫലം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം, കുടുംബത്തിലൊരു സ്വസ്ഥക്കുറവ് അനുഭവിക്കുന്ന കാലഘട്ടം. ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിലൂടെയാണ് വൃശ്ചികക്കുറുകാർ പോകുന്നത്. ഈ ദിവസം അത്ര അനുകൂലമല്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഈശ്വരാരാധനയൊക്കെ നടത്താൻ ശ്രമിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, നമുക്ക് ഇത് മനസ്സിലാക്കിയിരിക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിലാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മുടെ വാക്കുകളെ നമ്മൾ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക. മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനൊന്നും കാര്യമായിട്ട് മറുപടി കൊടുക്കാതിരിക്കുക. പരമാവധി നമ്മളുടെ കർത്തവ്യങ്ങൾ, നമ്മളുടെ കടമകൾ നിർവഹിക്കുക. നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതിൽ പാകപ്പഴയൊക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധയോടുകൂടി ജോലിയൊക്കെ ചെയ്യുക. പിന്നെ വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കാനാണ് മാർഗ്ഗമില്ല. നമ്മളുടെ കുഴപ്പം കൊണ്ട് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ഭംഗിയായി ചെയ്യുക. ദോഷം വരുന്നവർ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ പൊതുവേ വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിന് അനുകൂലമല്ല. മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃ സ്ഥാനീയരൊന്നും അനുകൂലമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ കാര്യങ്ങളും സംരംഭങ്ങളൊക്കെ ഒന്ന് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി തുടങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ഇതൊന്നും അത്ര ബാധകമായിരിക്കില്ല കേട്ടോ. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാവും. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കുക. ആവശ്യമില്ലാതെ എടുത്തു ചാടി മറ്റുള്ളവരുടെ മുമ്പിൽ പോയി അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. മക്കളും ജീവിത പങ്കാളിയും അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. തൊഴിൽരംഗത്ത് മേന്മയില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. പൊതുവേ അനുകൂലമല്ല സമയം. അപ്പോൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോ, അനുകൂലമല്ലാത്തപ്പോൾ അനുചിതമായ സുഖബന്ധങ്ങളൊക്കെ ഉണ്ടാവും. ആവശ്യമില്ലാത്ത സുഹൃബന്ധങ്ങളൊക്കെ കൂടാൻ തോന്നും. ഇതൊക്കെ പരമാവധി ഒന്ന് ഒഴിവാക്കി നല്ല മനസ്സ് ഉണ്ടാക്കിയെടുത്ത് ശ്രമിക്കുക. ശ്രമം നന്നായിട്ട് നടത്തുക. ഇങ്ങനെ ദുരിതങ്ങൾ വരുന്ന സമയം, ദോഷങ്ങൾ വരുന്ന സമയം ഈശ്വരനോട് കൂടുതൽ അടുക്കാനുള്ള കാലഘട്ടമാണ്. അപ്പോൾ നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ദോഷങ്ങൾ 80% ഉണ്ടാവില്ല. ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിന്. അതുകൊണ്ട് നാമം ജപിക്കുക. തൊട്ടടുത്ത ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോവുക. കുറച്ച് ശാന്തതയോടെ സംസാരിക്കുക. അപ്പോൾ അവിടെയും ചിലപ്പോൾ വരുന്ന ആളുകൾ അത്ര നല്ല രീതിയിൽ നമ്മളോട് ഇടപെട്ടോളുന്നില്ല വൃശ്ചികക്കുറുകാരോട്. അപ്പോൾ അവരോട് തിരിച്ചാലും മറുപടി പറയാനൊന്നും പോണ്ട. ഒന്ന് ചിരിച്ചിട്ട് മാറിപ്പോവുക. അത്രയും മതി. കാരണം സമയം അനുകൂലം അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും
അത് മൈൻഡ് ചെയ്യണ്ട. ഭഗവാൻ തീരുമാനിച്ചെടുത്ത് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ഭഗവാനെ തന്നെ ആശ്രയിക്കുക, മറ്റുള്ളവരെ വിട്ടേക്ക്. ഇനി നമുക്ക് ധനുരാശി. ധനുരാശിക്ക് കഠിന ദോഷം തന്നെയുള്ള സമയമാണ്. കഠിന ദോഷമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യം കാൽഭാഗമാണ്. പക്ഷെ ജാതകം ഇവർക്ക് അനുകൂലമാണെങ്കിൽ ഇവർക്ക് ഗുണകരമായിരിക്കും, കുറേയൊക്കെ മധ്യമായിരിക്കും എന്നാലും ഈ ദിവസം. അപ്പോൾ ഇതിനകത്ത് ഈ മൂലം, പൂരാടം, ഉത്രാടമൊക്കെ ഈ നാളുകളിൽ ഗുണം ദോഷം പറയുമ്പോൾ നിങ്ങൾ ഗുണം കിട്ടിയെങ്കിൽ അത് ജാതകം നിങ്ങളുടെ അനുകൂലമായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഈ ദിവസം ജാതക അനുകൂലമാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരാം എന്നർത്ഥം. എങ്കിലും ചാരഫലം അനുസരിച്ച്, ചന്ദ്രാധിഷ്ഠിതം അനുസരിച്ച് ദോഷകരമാണ്. 4 ശനി സഞ്ചരിക്കുന്ന സമയമാണ്. 9 കേതു, ഭാഗ്യക്കുറവ്, കുടുംബത്തിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ധനുക്കൂറുകാർക്ക്. അപ്പോൾ ഈ ദിവസം അനുകൂലമല്ല, വളരെയധികം ശ്രദ്ധിക്കണം. എങ്കിലും ഇവർക്ക് ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ്, അലസത, എല്ലാ കാര്യത്തെയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഇവർക്കുണ്ടാവും. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല. മാതൃസ്ഥാനീയർ, പിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു അഭിപ്രായം, ഉറച്ച തീരുമാനമെടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വിളർച്ച, ദഹനക്കുറവ്, നേത്രരോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ അസ്വസ്ഥതകളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. കലഹങ്ങളുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കാനായിട്ട് ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപത്തെ നിയന്ത്രിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് എന്താ നോക്കണ്ട. ഒരു വഴക്കോ ബഹളമൊക്കെ കേൾക്കുന്നിടത്ത് ചെന്ന് എത്തി നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇങ്ങനെ സമയദോഷമുള്ളവർ അവിടെ ചെന്ന് എത്തി നോക്കി അവരുടെ അഭിപ്രായം കൂടെ ആക്കി അത് കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായ ചില നേട്ടങ്ങളും ധനുക്കൂറുകാർക്ക് ഉണ്ടാകും. എന്നാൽ ജീവിത പങ്കാളി അനുകൂലമല്ലാത്ത കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടും. തൊഴിൽ മേഖലയും അത്ര മേന്മയുള്ളതൊന്നുമല്ല. സഹപ്രവർത്തനം, മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ ആവശ്യമാണ്. മകരക്കൂറ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ്. വ്യാഴം 6 സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. 8 കേതു, 2 രാഹു, സാമ്പത്തികമായ നഷ്ടം, അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മകരക്കൂറുകാർ സഞ്ചരിക്കുന്നത്. ജാതകം അനുകൂലമാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ അനുകൂലമല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ടും കഠിന ദോഷമാണ് ഈ ദിവസം എന്നുള്ളത് കൊണ്ടും ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധ വേണം. ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസതയും സംശയമൊക്കെ എല്ലാ കാര്യങ്ങളും കൊണ്ട് മാറ്റിവെക്കുക. എല്ലാം മാറ്റിവെക്കുന്നൊരു സ്വഭാവം ഉണ്ടാവും. അത് പരമാവധി ഒഴിവാക്കാൻ മകരക്കൂറുകാർ ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരഭിപ്രായ സ്ഥിരതയും ഒരു കാര്യത്തിലുണ്ടാവില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ജലദോഷം, ഗർഭാവസ്ഥയിലുള്ളവർ ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ രോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഗർഭാവസ്ഥയിലുള്ളവർ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസം കൂടെയാണ് ഇത്. മകരക്കൂറുകാർ. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാവും. അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വഴക്ക് പറയുക, ദേഷ്യപ്പെടുക ഒക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഇടപെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അവരവരുടെ മനസ്സിൻ്റെ വിഷമം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും നമ്മളോട് ദേഷ്യപ്പെടുന്നതെന്ന് വിചാരിച്ച് നമ്മൾ അവരോട് വിരോധപ്പെടാതിരിക്കാനുള്ളൊരു മനസ്സ് പതുക്കെ ഉണ്ടാക്കിയെടുക്കുക. പെട്ടെന്ന് എടുക്കില്ല എങ്കിലും പതുക്കെ ഉണ്ടാക്കിയെടുക്കുക. ഞാനിതിങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ എനിക്കൊരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലും അങ്ങനെ ആരോടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പതുക്കെ മാറിപ്പോവും. 10 പ്രാവശ്യം ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരോടും മാറിപ്പോവും. അപ്പോൾ അത് മാറി. എനിക്ക് പൊതുവെ അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അതങ്ങോട്ട് മാറിപ്പോയിക്കോളൂ. ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് മാറിപ്പോവും, സ്വാഭാവികമായിട്ട് മാറിപ്പോകും, മനസ്സിലങ്ങനെ ഉറയ്ക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരോട് വിരോധം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. 19 കൊല്ലം കൂടി വന്നാൽ ജീവിക്കും. ആ കാലഘട്ടത്തിൽ എന്തിനാണ് മറ്റുള്ളവരുമായി നമ്മൾ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. പൊതുവേ ഒരു ദൈവാധീന കുറവ് അവർക്ക് അനുഭവപ്പെടും. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ്. തൊഴിലിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. തൊഴിൽപരമായി നമുക്ക് ചിലപ്പോൾ നേട്ടങ്ങളുണ്ടാവും, അതിൽ നിന്ന് ധനം വരവുണ്ടാവും. പക്ഷെ അതേപോലെ തന്നെ മകരക്കൂറുകാർക്ക് നഷ്ടവും വന്നുകൊണ്ടിരിക്കും. അവരുടെ
ആവശ്യങ്ങൾക്ക് വേണ്ട രീതിയിൽ ധനം സ്വരൂപിച്ച് വയ്ക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു കൊള്ളണം എന്നില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഇത്. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാർക്ക് ഗുണകരമായ ദിവസമാണ്. ജന്മത്തിൽ രാഹു, 2-ൽ ശനി, 7-ൽ കേതു. ഒരു കാര്യത്തിന് നിവൃത്തി ഉണ്ടാകാതിരിക്കുക, സാമ്പത്തികമായ നഷ്ടം വരിക, ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ വരിക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക്. എങ്കിൽ പോലും അവർക്ക് ഈ ദിവസം ശുഭകരമാണ്, മേന്മയുള്ളതാണ്. പൊതുവേ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ ഉണ്ടാവും. ആരോഗ്യകാര്യങ്ങൾ ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനയിൽ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അതേപോലെ സഹോദര സ്ഥാനയിൽ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടബാധ്യത വർദ്ധിക്കും. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കലഹങ്ങളൊക്കെ കുറയാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. ചെറിയ ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ്. സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും. കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമൊന്നുമല്ല, ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുംഭക്കൂറുകാർ ഉപയോഗിക്കരുത്. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, തൊട്ടാതി രേവതി. 4 വ്യാഴം, 12 രാഹു, ജന്മശനി ഒക്കെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ നഷ്ടങ്ങൾ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ, സമാധാനക്കുറവ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് മീനക്കൂറുകാർ കടന്നു പോകുന്നത്. അവർക്ക് ഈ ദിവസവും അത്ര അനുകൂലമായ ദിവസമൊന്നുമല്ല. ഈ ദിവസവും അവർക്ക് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് അവർ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വാത പിത്ത രോഗമുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഉഷ്ണരോഗങ്ങൾ മൂലം ചില പ്രശ്നങ്ങൾ, നേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ കാലത്ത് പറയുന്നതായിരിക്കില്ല വൈകുന്നേരം പറയുക. അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടാവും. ഈ മാനസികമായ അസ്വസ്ഥത, ആസ്തമ, ഗർഭാശയ രോഗങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. സഹോദരസ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കുറയും. മറ്റുള്ളവരുമായിട്ട് കലഹമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകളെ വളരെ ശ്രദ്ധയോടെ നിയന്ത്രണത്തോടെ ഉപയോഗിക്കുക. പറയുമ്പോൾ പറയാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം വാക്കുകൾ ഒട്ടും അനുകൂലമായി പ്രയോഗിക്കാൻ കഴിയുന്നൊരു സമയമല്ല ഇത്. ജാതക അനുകൂലമാണെങ്കിൽ ഇരിക്കും. നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് മറ്റോട് പറയുന്ന അവർ ദോഷമായിട്ട് കരുതുക. അപ്പോൾ പ്രശ്നമാവും. അതുകൊണ്ട് അത് ഒഴിവാക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര മേന്മയൊന്നുമില്ല. മറ്റുള്ളവരുടെ ഇടപെടലുകൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മീനക്കൂറുകാർ ഉപയോഗിക്കരുത്. ഇതൊരു പൊതുഫലമാണ്, ആരുടെയും ജാതക ഫലമല്ല. പക്ഷേ ഇതൊരു നിർദ്ദേശമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇതിനകത്ത് ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവരെ ആ ദോഷങ്ങൾ വരാതിരിക്കാൻ ഈശ്വരനെ ആരാധിക്കുക, മനസ്സൊന്ന് ശാന്തമാക്കുക. ഈ വാക്കുകളൊക്കെ ദോഷമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു പരമാവധി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് മാറിപ്പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ദോഷം കുറയും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങളിത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. നിങ്ങൾക്കുണ്ടാകുന്ന പോലെ തന്നെ മറ്റുള്ളവർക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ധനവും സാമ്പത്തികമായിട്ടൊന്നും കൊടുത്ത് നമുക്ക് ആരെയും രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും സന്തോഷിപ്പിക്കാനോ ഒരിക്കലും കഴിയില്ല. ഭക്ഷണം കൊടുത്താൽ കുറച്ച് നേരം അവരെ സന്തോഷിപ്പിക്കാം. പിറ്റേ ദിവസം വിശക്കുമ്പോൾ പഴയ പോലെയാവും. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിന് ചെറിയൊരു ആശ്വാസം, സമാധാനം കൊടുത്ത് നല്ല രീതിയിൽ സ്വയം പ്രവൃത്തി കൊണ്ട് അവർക്ക് നന്മയുണ്ടാകാൻ കഴിയുമെങ്കിൽ ഇതിനകത്തെല്ലാം ഓരോ വ്യക്തികളും അവരവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്ത് അവരുടെ ജീവിതത്തിലും മനസ്സിനെ ശാന്തമാക്കി നിർത്തി മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമാകാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ നിരന്തരമായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് സ്നേഹവും ആത്മാർത്ഥതയുമുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.